എന്നിലൊരു ബലഹീനത കണ്ടാൽ നിങ്ങൾ തിരുത്തണം. പാസ്റ്റർ, നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ ഇടപെടുന്ന ആളാണ്, പക്ഷേ ഇന്ന കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം അല്ലേ പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ നന്നാകത്തില്ല. ഞാനൊരു പോക്കങ്ങ് പോയി എവിടെയെങ്കിലും ഒരു കുഴി ചെന്ന് ചാടും. പല ആംഗിളിൽ നിന്ന് ആരെങ്കിലും എന്നെ തിരുത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലേ, ദൈവമേ സ്വത്രം സ്വത്രം സ്വത്രം. മനുഷ്യനാണ്, പറഞ്ഞിട്ട് കഥയില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു തിയോളജിക്കൽ ചിന്തയാണത്. എന്താ? മനുഷ്യനെ ദൈവം വീണ്ടെടുത്തിട്ടില്ല, ആത്മാവിനെ വീണ്ടെടുത്തു. അവൻ ഏത് സമയത്തും തെറ്റിപ്പോകാം. പുതിയ നിയമ വിശ്വാസിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏത് മഹാനായ പാസ്റ്ററും ഏത് വലിയ വിശ്വാസിയും ഏത് സഹോദരനോ സഹോദരിയോ ആണെങ്കിലും ഏത് സമയത്തും തകർന്ന് തരിപ്പണമായി പോകാം. കാരണം ലോകത്തിലും ജഡം പിശാച് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ഓരോ ദിവസവും യുദ്ധം ചെയ്ത് ഓരോ നിമിഷവും യുദ്ധം ചെയ്ത് വിജയശ്രീയിൽ ആളിതരായി മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം ഇല്ലാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിശാച് നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് തരുന്ന ഒരു പദപ്രയോഗം ഉണ്ടല്ലോ. 2 കൊരിന്ത്യർ ലേഖനത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അടുത്തത് പറഞ്ഞേ, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. ഇന്ന് രാത്രി ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി ഇടപെടുന്നതുകൊണ്ട് ഞാൻ പറയുക. സ്തോത്രം. പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 10 മുതലുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാനത് വായിച്ചു കേൾപ്പിക്കാം സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അഭിനന്ദനത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുകളെയും കെടുപ്പാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും. പത്രോസ് ഒരു ആയുധം കൂടി തരുന്നുണ്ട്. അത് 8-ാമത്തെ ആയുധം. കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചും പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ എനിക്കും നിനക്കും കഴിയുന്നില്ലെങ്കിൽ അവൻ നമ്മളെ തോൽപ്പിച്ചു കളയും. എനിക്കിത് ഈ ഒരു പേടി എന്നെ ഭരിക്കും. ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതൊരു വിഷയമല്ല. അതൊന്നും ശല്യ മേറ്ററാണ്. പക്ഷെ സാത്താൻ എന്നെ തോൽപ്പിക്കരുത്, സാത്താൻ എന്റെ ബിരുദം കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് പലവട്ടം ആഗ്രഹിച്ചു, പക്ഷെ എന്ത് ചെയ്തു? അതെ, സാത്താൻ ഞങ്ങളെ തടഞ്ഞെന്ന്. സാത്താൻ തടഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവമക്കളെ, ഇനി യാക്കോബിന്റെ ലേഖനത്തിലുള്ള ഒരു ഭാഗം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനത്തിലുള്ള സാത്താന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്ന ഭാഗം അറിയാവുന്ന ദൈവമക്കളുടെ അടുത്തൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. 7-ാം അധ്യായം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അവിടെയും പറയുന്നു എതിർത്ത് നിൽക്കുവാൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. മതി. ഇനി അടുത്ത് പത്രോസിന്റെ ലേഖനത്തിലുള്ള ഒരു പദം അതുകൂടി വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യം മുതൽ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്ന് പൗലോസ് പറയുന്നു, പത്രോസ് പറയുന്നു, യാക്കോബ് പറയുന്നു. നമുക്ക് മനുഷ്യരാകുന്ന നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ടുള്ള യാതൊരു മാൻ പവറും പര്യാപ്തമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം. അതാണ് 8 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചത്. കൊരട്ടിയിൽ ഒരു മീറ്റിംഗിൽ ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 സർവായുധ വർഗത്തെ കുറിച്ചാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളൂ. 8-ാമത്തെ സർവായുധ വർഗം 1 പത്രോസ് 4:1 പത്രോസ് പറയുന്നുണ്ട്, ഇങ്ങനെ കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പി. അപ്പൊ അവിടെയുള്ളൊരു പാസ്റ്റർ പെട്ടെന്ന് പുള്ളിക്കൊരു ഫീലായി, പക്ഷേ അത് അങ്ങനെ ഒരു ആയുധമുള്ളൂ ഞാൻ ഇപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്നത്. ഉടനെ പുള്ളി യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്, കഷ്ടത എന്ന ഭാവം, കഷ്ടത എന്ന ആയുധം വേണ്ടെന്നോ എന്ന് പറഞ്ഞൊരു കൊട്ടേഷൻ ഇട്ട് പുള്ളി ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു.
ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാരണം അത് മനുഷ്യർക്ക് ഒരു അറിവിന് വേണ്ടി പുള്ളി ഇട്ടുകൊടുത്തതാണ്. നമ്മളെ ഈ സാത്താൻ നമ്മളെ കഷ്ടത്തിലാക്കുന്നൊരവസ്ഥയുണ്ട്. ജോബിനെ എന്ത് ചെയ്തു? കഷ്ടത്തിലാക്കി. ജോബ് എന്ത് ചെയ്തു? മിസ്സിസ് ജോബ് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തോളാൻ പറഞ്ഞല്ലേ, നീ ജീവിച്ചിരിക്കാൻ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞാ പദം? ചത്തുകൂടി. എന്തൊരു അസംബന്ധമാണ് ആ പറയുന്നത്. ഇത്രയും നാളെ മിസ്റ്ററിന്റെ കൂടെ ജീവിച്ചിട്ട് അവസാനം ഇങ്ങനെയൊക്കെ പറയുന്ന. അപ്പൊ എന്തോ പറഞ്ഞു പുള്ളിക്കാരൻ? മറുപടി എന്ന് പറഞ്ഞു, അല്ല, ഒരു വാക്ക് പറയുന്നുണ്ട് അമ്മമ്മ, അതൊന്ന് പറ. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ. അങ്ങനെ നമ്മുടെ മഹാകവി സൈമൺ സാറ് പൊട്ടി പോഷി എന്ന് പറഞ്ഞൊരു കവിത വരെ എഴുതിയിട്ടുണ്ട്. മനോഹരമായ കവിത. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അടുത്ത വാക്യം ജോബ് പറയുന്നത്, ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും നാം കൈക്കൊള്ളരുത്. അമാവാസിയിലും പൗർണവാസിയിലും കാഹളം ഊതുവിലെന്ന് സങ്കീർത്തനത്തിൽ ഒരു ഭാഗമുണ്ട്. അത് പാസ്റ്റർമാർ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് അമാവാസ്യ, പൗർണമാസ്യ, അമാവാസ്യ ദുഃഖദിനങ്ങൾ, പൗർണമാസ്യ സന്തോഷ ദിനങ്ങൾ, ജീവിതത്തിന്റെ ഏത് ദിവസത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് ആ സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം. എങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. പോലെ ഞങ്ങൾക്കൊക്കെ അത് വ്യവസ്ഥാപിതമായിട്ട് പഠനം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. നമുക്ക് പറ്റിയെന്ന് വരില്ല. നമുക്ക് കഷ്ടതയുടെ തീച്ചുളയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് പറ്റണം. അപ്പോഴാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കാളികളായി തീരുന്നത്. കർത്താവ് അനുഭവിച്ച കഷ്ടത നമ്മൾ അനുഭവിച്ചോ? കർത്താവ് അനുഭവിച്ച കഷ്ടത നമ്മൾ അനുഭവിച്ചോ? യെശയ്യാ പ്രവാചകൻ പറയുന്നത് മുതുക് എങ്ങനെ ഉഴുതെന്നാ പറയുന്നത്? ഉഴവ് ചാലുപോലെ ഉഴുതു. ഈയം കെട്ടിയ ചാട്ടമാറ് കൊളുത്തുണ്ട്, അതിങ്ങനെ അടിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ മുറിവ് അങ്ങനെ കീറി വരും മുതുക്. അതാണ് പ്രവാചകൻ യേശുക്രിസ്തുവിന് അടിയേൽക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, സുമാർ 500-600-700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ എഴുതി വെച്ചു. ഉഴവുചാല് പോലെ അവന്റെ മുതുക് അടിച്ചു. ക്രിസ്തു ആ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടതയുടെ നടുവിൽ എന്ത് ചെയ്തു കർത്താവ്? പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. കഷ്ടതയിലൂടെ അനുസരണം, കഷ്ടതയിലൂടെ ദൈവത്തെ ഭയപ്പെടുന്നു, അനുസരിക്കുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ പറയുന്ന പ്രധാന ദൂതാണ് കഷ്ടത ദൈവം മാറ്റി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ ഇനി എന്തിന് കഷ്ടം അനുഭവിക്കണം? പത്രോസ് അങ്ങനെ എല്ലാ വാക്യം പറഞ്ഞേക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. എന്തിനാ? എന്ത് മാതൃക? നമ്മളും തികഞ്ഞു വരുവാൻ. ഹല്ലേലൂയ. നമ്മളും തികഞ്ഞു വരുവാൻ. എന്ത് തികവ്? കർത്താവിന്റെ വരവിൽ പോകാനുള്ള ക്വാളിറ്റി, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത, തികവ് പ്രാപിക്കുവാൻ കഷ്ടത നമുക്ക് അനിവാര്യമാണ് സഹോദരങ്ങളെ. എൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഞാൻ പിറുപിറുക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ ജഡശരീരത്തിൽ ഇരിക്കുക. നമ്മളൊന്ന് സൂപ്പർ ആത്മീയരൊന്നുമില്ല. കർത്താവേ ഈ കഷ്ടത ഒന്ന് മാറ്റി തന്നൂടെ കർത്താവേ എന്നെ കർത്താവ് എന്ന് പറഞ്ഞില്ല. കർത്താവ് എന്താ? ക്രൂശുമരണത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ പദം എന്താ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. കർത്താവ് അത് അനുഭവിക്കണം എന്നുള്ള പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പിറുപിറുക്കേണ്ട കാര്യമില്ല. അത് ദൈവഹിതമാണെങ്കിൽ സന്തോഷത്തോടെ അനുഭവിക്കുമ്പോൾ, അനുഭവിച്ചു കഴിഞ്ഞിട്ട് നീ പൊന്നുപോലെ പുറത്തു വരും, പൊന്നുപോലെ പുറത്തു വരും. സ്തോത്രം. ഞാൻ സാധാരണ ആ കാര്യങ്ങൾ ഹൃദയത്തിൽ പ്രേരണ കിട്ടുമ്പോഴേ പറയാറുള്ളൂ. ഇപ്പോൾ അത് പറയാൻ താല്പര്യമുണ്ട്. ഒരു പൊന്നിനെ തട്ടാൻ അടിക്കുന്ന എന്തിനാണ്? തീയിൽ കൂടി കടത്തി വിടുന്ന എന്തിനാണ്? ആ തീയിലിട്ട് ഉലയിലിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന എന്തിനാണ്? ആ തട്ടാന്റെ ഹൃദയത്തിൽ ഒരു പാറ്റേൺ കിടപ്പുണ്ട്, ഒരു മോഡൽ കിടപ്പുണ്ട്. ആ മോഡലിലേക്ക് കൊണ്ടുവരുവാൻ ഈ തട്ടാൻ ഈ സ്വർണത്തെ തീയിലിട്ട് ഉരുക്കി വെളിയിലെടുത്ത് വെള്ളത്തിൽ മുക്കി അടിച്ച് പരത്തി 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 ആ ഹൃദയത്തിലുള്ള ഒരു പാറ്റേണിലേക്ക്, മനോഹരമായ ഒരു ഡിസൈനിലേക്ക് ആ സ്വർണത്തെ കൊണ്ടുവന്ന് മനോഹരമായ, അതായത് മനുഷ്യൻ അണിയത്തക്ക നിലയിൽ ഒരു മനോഹരമായ ഓർണമെന്റ്സ് ആയിട്ട് ഒരു ആഭരണമാക്കി ഷോർട്ട് കേസിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഇതെന്താ വില? ഇതിത്ര 80,000 രൂപ ഇതിന്റെ വില. ഇത്ര പവനുണ്ട്, 1.25 പവനുണ്ട്. ശരി, നമുക്ക് വളരെ ബെസ്റ്റാണ്. കാശുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകും. ആ സ്വർണത്തിന് ആ മനുഷ്യനോടൊരു കഥ പറയാറുണ്ട്. നിങ്ങൾ എന്നെ വാങ്ങി കഴുത്തിൽ അണിയുന്നല്ലോ, ഞാൻ അനുഭവിച്ച കഷ്ടതകൾ
എത്ര വലുതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വായിച്ചത്. അതുപോലെ സഹോദര, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ കഷ്ടമനുഭവിക്കുന്ന സമയത്ത് ഞാൻ പിറുപിറുത്തിട്ടുണ്ട്. കർത്താവേ, കഷ്ടത ഒന്ന് നീങ്ങിപ്പോയെങ്കിൽ, ഈ പ്രതികൂലം ഒന്ന് നീങ്ങിപ്പോയെങ്കിൽ, അയ്യോ നന്നായിരുന്നു എന്ന് പിറുപിറുത്തു പോയി. എന്തുകൊണ്ടാണ് ഞാൻ പിറുപിറുത്തത്? എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, എൻ്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പിറുപിറുപ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് പാപം തന്നെയാണ്. പക്ഷേ നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ആ പിറുപിറുപ്പ് ഒരു പാപമാണ്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ദുർബല നിമിഷത്തിൽ, എന്റെ വിശ്വാസത്തിന്റെ ബലഹീന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മോട് ക്ഷമിക്കും. അതിനാണ് ബലഹീനത എന്ന് പറയുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച മനഃപൂർവ്വം പാപം ചെയ്തിട്ട് ബലഹീനത എന്ന് പറഞ്ഞാൽ ക്ഷമിക്കത്തില്ല. ഇത് തീച്ചൂള സമാനമായ പ്രശ്നം വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നിരാശപ്പെട്ടു. പ്രാർത്ഥനാ ജീവിതം മുടങ്ങിപ്പോയെന്ന് വരാം. കണ്ണുനീരിന്റെ അനുഭവം മുടങ്ങിപ്പോയെന്ന് വരാം. വചനധ്യാനം മുടങ്ങിപ്പോയെന്ന് വരാം. ആ സമയങ്ങളിൽ നമ്മളത് ചെയ്തു നോക്കിയാൽ വചന വെളിപ്പാട് തന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. എത്രയോ സന്ദർഭങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പറയുകയാണ്, തീച്ചൂള സമാനമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഓ സ്തോത്രം, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ ഹൃദയത്തിൽ തന്നിട്ട് സന്തോഷം കൊണ്ടു തുള്ളിച്ചാടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ കാര്യം? ആ കഷ്ടതയെ ഓവർകം ചെയ്യാനുള്ള വചനത്തിന്റെ തീക്കുണ്ടം, ഒരു സ്പാർക്ക്. സ്തോത്രം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വണ്ടിയുടെ ഡ്രൈവർ ഏറ്റവും നല്ല ഡ്രൈവറാണല്ലോ ഇരിക്കുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം അവിടെ നടക്കുമെന്ന് പറഞ്ഞു. എന്താ സ്പാർക്കിംഗ് കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. ചത്ത് കിടക്കുക ഇങ്ങനെ, പനിക്ക് തണുത്തുറഞ്ഞിങ്ങനെ ഇരിക്കുക. നമ്മളെ ചാവി അങ്ങോട്ട് ഇട്ടിട്ട് ഒരൊറ്റ സ്പാർക്കിംഗ് നടക്കും. ആ സ്പാർക്കിങ്ങിലാണ് എൻജിൻ കയറാൻ. അതുപോലെ ദൈവത്തിന്റെ ഒരു ടച്ചിങ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോകുമ്പോൾ ഒരു സ്പാർക്കിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് അത് തരും. എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. ഭാരം കയറി വന്നൂടെ? ഭാരം മുറുകെ പറ്റുന്ന പാപം. 2 കാര്യങ്ങൾ യേശുവിനെ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. എന്ത് ചെയ്യണം? ഭാരം വിടണം. ഭാരം വിടാൻ തയ്യാറല്ല. പണ്ട് കാളവണ്ടി അമ്മച്ചിയെ കൊണ്ടുപോയ കഥ ഞാൻ അറിയാം, എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അമ്മച്ചിയുടെ ആഗ്രഹം എന്താ? അവൻ ചുമക്കണ്ട, ഞാൻ ചുമന്നോളാം. കാളവണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ടും. സ്തോത്രം. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ദൈവം ശക്തനാണ്. അതിന് എബ്രായ ലേഖനത്തിൽ വാക്യം തരാം. എബ്രായ ലേഖനത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചോ. നല്ല വാക്യമാണ്. അത് നമ്മുടെ ഇതില് നല്ലതാണ്. ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോടുള്ള അരുളപ്പാടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് സകലത്തെയും. സാജി ബ്രദറെ, നിങ്ങളോട് ദൂതുണ്ട്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. സ്വത്രം ടോമിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ വഹിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. വിഷയം ദൈവസന്നിധിയിൽ ഇട്ടിട്ട് നമ്മളങ്ങോട്ട് ഫ്രീ ആകെ. നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഓരോ നിലയിലാണെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ വിചാരിക്കരുത്, എന്താണ് ഈ പ്രശ്നം കൊണ്ട് മാറാത്തത്? ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് മുമ്പ് ദൈവം കൊടുത്ത ചില വ്യവസ്ഥകളുണ്ട്. ഒരു ആട്ടുകുട്ടി എടുക്കണം, 4 ദിവസം സൂക്ഷിക്കണം, സൂക്ഷിച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? അറുക്കണം. അറുത്തിട്ട് കൈപ്പിച്ചീരെ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അറുത്തതിന് ശേഷം വരട്ടണം. അത് കഴിഞ്ഞ് ഒത്തിരി മർമ്മങ്ങളുണ്ടാകും, പറയാൻ സമയമില്ല എനിക്ക്. സ്വന്തം കുറച്ച് നേരത്തെ നിർത്തണമെന്നൊക്കെ പറയണ്ടേ, സമയം എപ്പോഴാണോ? അത് എന്റെ സമയത്തിലേക്ക് വിട്ടുതരാണോ? എനിക്ക് വചനം പറയാൻ സത്യത്തില് നിയോഗം ഉള്ളിടത്തോളം പറയണമെന്നാണ് എന്റെ ആഗ്രഹം. പറഞ്ഞു 12:15.
സ്തോത്രം, സ്തോത്രം. കാരണം വചനത്തെ നമ്മൾ ചവിട്ടി നിർത്തരുത് ഒരിക്കലും. വചനം നമ്മളോടുള്ള അരുളപ്പാടുകളാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോ സ്തോത്രം, ആട്ടുകുട്ടിയെ എടുക്കണം, 4 ദിവസം സൂക്ഷിക്കണം, അതിനെ അറുക്കണം, അറുത്തിട്ട് കട്ടളക്കാലും കുറുമുടി മേലും രക്തം പുരട്ടണം, രക്തത്താൽ വീണ്ടെടുക്കും എന്നുള്ളതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതിനെ തീയിൽ ചുടണം. ഈ ആട്ടിൻകുട്ടി യേശുക്രിസ്തുവിന്റെ നിഴല. തീ ചുടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഗ്നിസമാനമായ പ്രശ്നത്തിലൂടെ കർത്താവ് കടന്നുപോയോണ്ട് നമുക്ക് ജീവൻ കിട്ടിയത്. സ്വന്തം ജീവൻ ബലിയാക്കി തന്നാണ് നമ്മളെ രക്ഷിച്ചതെന്ന് ഓർത്തോണം. ഇവിടെ ഓരോരുത്തർ ഓരോ ആശയങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. കമ്മ്യൂണിസം, കാർലിസം, മാർക്സിസം, മറ്റ് പല പല തത്വ, ഫ്യൂഡലിസം, പിന്നെന്താണ് നിരീശ്വരവാദം, ഇങ്ങനെ ഒത്തിരി ഒത്തിരി വാദങ്ങൾ ഇവിടെ ആ സ്വത്രം തത്വചിന്തകൾ ലോകത്തിൽ ഈ ഈ ആചാര്യന്മാരെ ലോകത്തിന് സംഭാവന ചെയ്തു. അവരെന്ത് കഷ്ടപ്പെട്ടു? അവർ AC റൂമിൽ കിടന്ന് അവര് വലിയ ശപ്രപഞ്ചത്തിലിരുന്ന് കോടീശ്വരന്മാരായി. അവർ ആദർശങ്ങൾ കൊടുത്തു. ആദർശം കൊണ്ട് മനുഷ്യനെ തോലയ്ക്കാനേ ഇടയായിട്ടുള്ളൂ. ഹല്ലേലൂയ. വിത്ത് വിധമയുടെ ഉപമയില് കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ നല്ല വിത്ത് വിതച്ചു. ആ വിതച്ച സമയത്ത് എന്ത് ചെയ്തു? അല്ല, അതുമല്ല, അങ്ങനെയല്ല, ആ നിലയിലുള്ള ചിന്തയല്ല ഇപ്പൊ നമ്മള്. ശത്രു വന്ന് വിതച്ചു, കാർൽ മാർക്സ് വന്ന് വിതച്ചു, ലെനിൻ വന്ന് വിതച്ചു. അങ്ങനെ പഠിച്ചോ? ഹല്ലേലൂയ. വലിയ വലിയ തത്വസംഹിതകൾ വന്ന് വിതച്ചു. സോക്രട്ടീസ് വിതച്ചു, അരിസ്റ്റോട്ടിൽ വിതച്ചു. ഹല്ലേലൂയ. വലിയ വലിയ തത്വചിന്തകന്മാര് ഈ ലോകത്തിൽ പല ആശയങ്ങൾ അവർ വിതച്ചു. അതാര് വിതച്ചതാ? ശത്രു വിതച്ചതാ. മനുഷ്യപുത്രൻ വിതച്ചത് ദൈവത്തിന്റെ വചനമാ. പലസ്തീൻ നാട്ടിൽ വന്ന് വിതച്ചത്. ആ വിതച്ച വചനങ്ങൾ ആ ഹൃദയത്തിൽ വീണ് ഫലം പുറപ്പെടുവിച്ച് അവർ 12 പേര് ലോകമെമ്പാടും കർത്താവ് അയച്ചുവല്ലോ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവർ ലോകമെമ്പാടും പോയി പ്രസംഗിച്ച് അവർ അത് വിതച്ചു. അതുകൊണ്ടാണ് വേദപുസ്തകവുമായിട്ട് നമ്മളിപ്പം ഇന്ന് സന്തോഷത്തോടെ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. ആരോഗ്യ വിതച്ചു. ആ 12 പേരിൽ നിന്നും വചനങ്ങൾ ഏറ്റെടുത്ത് പിന്നെ വിതച്ചു. ആ വിതച്ച വചനങ്ങൾ ഹൃദയത്തിൽ വീണ് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി, സഭകളായി, പ്രസ്ഥാനങ്ങളായി, വലിയ വലിയ കൂട്ടങ്ങളായി, വലിയ വലിയ സംഘങ്ങളായി. ഇന്നത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ആരാ? ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതലുള്ളത്. സെക്കൻഡ് ആയിരിക്കാം മുസ്ലിം. അങ്ങനെയല്ലേ? സെക്കൻഡ് ഒരു ക്രിസ്ത്യാനികളെ കൂടുതൽ. ക്രിസ്ത്യൻ കൺട്രികളുടെ പോപ്പുലേഷൻ എടുത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. ഹിന്ദുക്കളെന്ന് പറയാൻ നാമം മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളാണ് പിന്നെ അടുത്ത ജൈനമതം, ബുദ്ധമതം, അവരൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. കാരണം ഈ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും ഇവരെല്ലാം സത്യക്രിസ്ത്യാനികളെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ വിതച്ച വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് ഫലം പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് നമ്മൾ വിശ്വാസികളായി ദൈവമക്കളായി തീർന്നത്. ഇതിൻ്റെ ഇടയിൽ ശത്രു വിതച്ച ആ വിത്തുകൾ വളർന്നു കിടക്കുന്ന ഈ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും ഇതര മതങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ശത്രു വിതച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അത് പരിജ്ഞാനത്തോടെ ആ വിഷയം എടുത്ത് നമ്മൾ പഠിച്ചോണം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, സ്തോത്രം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ ഒരു ഓട്ടമുണ്ട്. ഓട്ടം, റൺ, ഓട്ടം. ഈ ഓട്ടം എന്തിനാ കാണിക്കുന്നത്? ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെയാണ് ഓട്ടം കാണിക്കുന്നത്. സ്തോത്രം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വേണം നമ്മൾ ഓടാൻ. അപ്പൊ ചോദിക്കും, സിദ്ധിയോട് അപ്പൊ ചോദിക്കും, അബ്രഹാം ഇവരുമൊക്കെ അങ്ങനെ പാപം വിട്ട് ഓടിയവരാണ്. അവർക്ക് പാപമോചനം കിട്ടിയില്ലല്ലോ അവരുടെ കാലത്ത്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-10 വാക്യങ്ങൾ പടേന്ന് വായിച്ചത് നോട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. മർക്കോസ് 2:5-10. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷപാതക്കാരനോട് അടുത്ത 10-ാം വാക്യം. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത്. അപ്പൊ യേശു കർത്താവ് വന്നതിന് ശേഷമാണ് പാപമോചനം. സംശയമില്ലല്ലോ. അതിനു മുമ്പ് പാപമോചനമില്ല. സങ്കീർത്തനം 32:12 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് ഞാൻ ഈ ചെയ്യുന്നത്. 32:1-2. സ്തോത്രം, 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 സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, മഹത്വം, മഹത്വം. കർത്താവ് തരുന്ന വചന വെളിപ്പാടുകൾക്കായി സ്തോത്രം. 32:1-2. ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. അവിടെ എന്താ ദാവീദ് പറയുന്നത്? ലംഘനം ക്ഷമിക്കുക, പാപം മറയ്ക്കുക. യഹൂദന്മാർ അറുത്തുകൂട്ടിയ കോടാനുകോടി യാഗമൃഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. പക്ഷേ അത് താൽക്കാലിക ടെമ്പററി മോചനമാണ് അവർക്ക് കിട്ടിയത്. താൽക്കാലികമായ മോചനം. അതിന് സങ്കീർത്തന ഭാഷയിൽ പറഞ്ഞാൽ അത് മറയ്ക്കുക ചെയ്യുന്നത്. ഈ മറയ്ക്കുന്ന പാപം എപ്പോഴാണ് തീരുന്നത് എന്ന് പറഞ്ഞേ? എപ്പോഴാണ് തീരുന്നത്? ദൈവപുത്രൻ വന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് പാപങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? മോചനം കിട്ടുന്നത്. അതുവരെ മറക്കില്ല. ഇതൊക്കെ വലിയ ഘനമായ വിഷയങ്ങളാണ്. പാപത്തെ മറച്ചുകൊണ്ടാണ് യഹൂദൻ യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. ഏതാണ് ഈ സത്യം? യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ആ കർത്താവ് പറഞ്ഞ വഴിയും സത്യവും ജീവനുമായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനം നമുക്ക് കിട്ടി. യേശു ക്രിസ്തുവിനോടുള്ള പാപമോചനം നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാ? ഇനി നമ്മൾ പാപം ചെയ്യരുതെന്ന പൗലോസിന്റെ പ്രസ്താവന. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി യാഗമില്ല. പാപങ്ങൾക്ക് വേണ്ടി യാഗമില്ല. ഹല്ലേലൂയ. ദൈവങ്ങളെ, ആത്മീയ മർമ്മങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പാപമോചനത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് നീതീകരണവും പാപമോചനവും ആത്മരക്ഷയും ഉണ്ടെന്നാണ് പുതിയ നിയമം ശക്തമായി പഠിപ്പിക്കുന്നത്. ഞാൻ അതൊട്ടും കുറച്ച് പഠിപ്പിക്കരുത്. ഹല്ലേലൂയ. കർത്താവിൽ കൂടിയാണ് നമുക്ക് വീണ്ടെടുപ്പ്. കർത്താവിൽ കൂടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം. പിശാചിന്റെ അടിമനുഖത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഭാഗം വായിച്ചേ. ഒന്ന് പറഞ്ഞേ, കാണാതെ പറഞ്ഞേ. സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചു. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചു. സഹോദരങ്ങളെ, യേശു കർത്താവ് മരിച്ചത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു കർത്താവ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ നൽകി തന്നത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ ഇന്ന് ജീവിക്കുന്നത്. ഈ ഇതര ഹിന്ദുമതക്കാരും ഇസ്ലാമികളൊക്കെ ഇങ്ങനെ ക്രൈസ്തവ മാർഗത്തെ വിമർശിക്കുമല്ലോ. വിമർശിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു മിഷണറിമാർ പറയുന്ന ഒരു പദപ്രയോഗം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. സുവിശേഷം ആർഷഭാരതത്തിൽ സുവിശേഷത്തിന്റെ വെളിച്ചം വീശിയത് കൊണ്ടാണ് സഹോദര നീ തുണി കൊടുത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. നീ മാറുമറിച്ച് നടക്കുന്നെന്ന് സഹോദരന്മാരോട് അവർ പറയാറുണ്ട്. ഞാനത് 100% വിശ്വസിക്കുന്നു. സുവിശേഷത്തിന്റെ ദീപശിഖ ഏന്തിക്കൊണ്ട് അനേക ഭക്തന്മാർ ഈ വിഗ്രഹാരാധന നിറഞ്ഞ ഈ മഹാഭാരതത്തിലേക്ക് കയറി വന്ന് സുവിശേഷം ശക്തമായി വിധിച്ചത് കൊണ്ട് അവിടെ ജനം രക്ഷിക്കപ്പെടുവാനിടയായി. അനേകം മിഷണറിമാർ അവരുടെ സ്വത്ത് മുഴുവൻ ഈ കേരളക്കരയിലും ഭാരതത്തിലും കൊണ്ടുവന്ന് അവർ ചെലവഴിച്ച് ആ സുവിശേഷത്തിന്റെ ധ്വനിയാണ് നമ്മളെയൊക്കെ ഇത്രത്തോളം പ്രത്യാശയോടെ നിർത്തിയത്. നമ്മൾ മറന്നു പോകരുത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ ഓരോ ഹൈന്ദവനും അത് മറക്കരുത്. ഇവിടെ ഏത് ജാതി മതസ്ഥനും മറക്കരുത്. ഇത് ചരിത്ര സത്യമാണ്. ഇത് ഞങ്ങളെ കൊന്നുകൊണ്ടൊന്നും ഒരു കഥയില്ല. ഇതിനു വേണ്ടി മരിക്കാനും രക്തസാക്ഷിയായി മരിക്കാനും നമ്മൾ തയ്യാറാണ്. അങ്ങനെ ആയിരിക്കണം. കാരണം യേശു ക്രിസ്തുവാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. ഈ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പൊ ഈ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് എന്ത് കിട്ടി? പാപമോചനം കിട്ടി. പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ഇനി ഒരു മർമ്മം പറയാൻ പോവാം, അത് ശ്രദ്ധിച്ചോണം. പാപത്തിന് സ്വാതന്ത്ര്യം ശരിക്കും കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഇത് പലർക്കും വേണ്ട രീതിയിൽ അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. റോമാലേഖനം 6-ാം അധ്യായം അത് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിച്ചേ. 16-17 വാക്യങ്ങൾ. റോമാലേഖനം ബുക്ക് ഓഫ് റോമന്റെ ക്ലാസ് ഇതിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രസംഗിച്ചത് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും. അത്
ആരുടെ 16, 17? ദാസന്മാരായി അനുസരിക്കും. 6:17 ആ 16, 16, 17 കൂടി വായിച്ചു. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ആ നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ആമേൻ. ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ല. അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, അടുത്ത് വായിക്കണം. വായിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. 2 ദാസത്വം, പൗലോസിന്റെ ടീച്ചിങ് ആണത്. 2 ദാസത്വം. ഒന്ന് പാപത്തിന്റെ ദാസത്വം, പിന്നെ മറ്റത് അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസൻ. അനുസരണത്തിന്റെ ദാസൻ. ഈ അനുസരണത്തിന്റെ ദാസൻ എപ്പോഴാ ആകുന്നേ? അല്ല, അത് അവിടെ പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും കറക്റ്റ്. ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന്. അപ്പൊ നമ്മൾ നീതിയുടെ ദാസനായി, സ്വാതന്ത്ര്യത്തിന്റെ ദാസനായി തീർന്നത് എപ്പോഴാ? പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ചു. മനസ്സിലായോ? സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ അത് സ്വമനസാലാണ് ഏറ്റെടുക്കുക. സ്വമനസാൽ ഏറ്റെടുക്കുക. ഇതെന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളത്, ഇതെന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളത്, ഇതെന്റെ ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ളത്, ഇതെന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളത്, ഇതെന്റെ ആത്മീയ വർധനവിന് വേണ്ടിയുള്ളതെന്ന് സ്വയം ഏറ്റെടുത്ത് സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായി സ്വാതന്ത്ര്യം കിട്ടുന്നത്, ഫ്രീഡം കിട്ടുന്നത്, ആത്മീയ വളർച്ച കിട്ടുന്നത്. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ചു, പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇവിടുത്തെ എബ്രായലേഖനം 12-ാം അധ്യായത്തിലെ പ്രധാന വിഷയം സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും വിട്ടോടുക. സിൻ. ലോകത്തിലെ ഏറ്റവും പ്രധാന വിഷയം പാപമാണ്. മാനവജാതിയുമായിട്ട് വേദപുസ്തകം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന്റെ പ്രശ്നം സിന്നാണ്, പാപമാണ്. ആ പാപത്തിനാണ് കർത്താവ് പരിഹാരം വരുത്തിയിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. അങ്ങനെ പാപമോചനം പ്രാപിച്ച നാം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ പോലെ വിശുദ്ധന്മാരായി ജീവിക്കണം, വിശുദ്ധമതികളായി ജീവിക്കണം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്യരുത്. ഇതെന്റെ പ്രസംഗത്തിന്റെ വലിയ ഒരു മെസ്സേജാണ് ഞാൻ പറയാറുള്ളത്. ഇത് പറഞ്ഞിട്ട് ഞാനും ചെയ്യാൻ പാടില്ല, പറയുന്നവനും കേൾക്കുന്നവനും ചെയ്യാൻ പാടില്ല. എന്താ കാര്യം? സങ്കീർത്തനം 32 നമ്മൾ വായിച്ചു, ലംഘനം ക്ഷമിച്ചും പാപം അവിടെ മറക്കുകയായിരുന്നു. യഹൂദനൊരു പാപം ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു പാപം കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ന്യായപ്രമാണം നോക്കും. മുമ്പ് ചെയ്ത പാപം ചെറിയൊരു പാപമാണ്. ഇപ്പോഴത്തെ പാപത്തിൽ ന്യായപ്രമാണം എന്താ പറയുന്നു? കോലാട്ടിൻ കുട്ടിയെ തന്നെ. അപ്പൊ കോലാട്ടിൻ കുട്ടിയെ കൂടി ചെല്ലണം. മറ്റത് പ്രാവ് മതി, കോലാട്ടിൻ കുട്ടി, ചെമ്പരിയാട്. അങ്ങനെ പാപത്തിന് ന്യായപ്രമാണം വിധി കൽപ്പിക്കുന്ന ആ യാഗവസ്തുവിനെ കൊണ്ടുവന്ന് ആ പാപത്തെ മുഴുവൻ ആ മൃഗത്തിന്റെ മണ്ടയിലോട്ട് ആവഹിച്ച് പുരോഹിതനെ അറുത്ത് പിന്നെന്താ ചെയ്യുക? അതിനെ ദഹിപ്പിച്ച്, ഈ ദഹിപ്പിക്കുമ്പോൾ ഒരു സംഭവം നടക്കുമല്ലോ. എന്താ? ദഹിക്കാതെ കിടക്കും, ദഹിക്കാതെ കിടക്കും. നമ്മുടെ പല പാപങ്ങളും നമ്മളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, ശ്രദ്ധിച്ചോണം. അത് ദഹിക്കാതെ കിടക്കുന്ന പാപങ്ങൾക്ക് തുല്യമാണ്. അതിനെന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ അല്ലാതെ ഇരുന്ന് കണ്ടുപിടിക്കണം. എവിടെയാണ് എൻ്റെ തകരാർ? എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്? എവിടെയാണ് എൻ്റെ പരാജയം? എവിടെയാണ് ഞാൻ തോറ്റു കിടക്കുന്നത്? എവിടെയാണ് എനിക്ക് മുമ്പോട്ട് ഓടാൻ? ഇപ്പോൾ ക്രിസ്ത്യ ജീവിതം ഓട്ടമാണ് നമ്മൾ പഠിച്ചല്ലോ. എൻ്റെ ഓട്ടം മുടങ്ങിക്കിടക്കുന്ന എവിടെയാണെന്ന് ദൈവസന്നിധിയിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആ വചനങ്ങൾ പ്രാപിച്ച് അവിടെ പണിയുന്നില്ലെങ്കിൽ മുമ്പോട്ടുള്ള ഓട്ടം തടസ്സം വരും. സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവം പിടിച്ച് ഓടാനാ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിനെതിരെയുള്ള പ്രസംഗമാണ് ഇന്നില്ലാതിരിക്കുന്നത്. അനീതിക്കെതിരെ, പാപത്തിനെതിരെ പ്രസംഗം ഇന്നില്ല. നിനവേ എന്നൊരു രാജ്യത്തിലെ ജനം പാപം ചെയ്ത് ദൈവത്തിൽ അന്യപ്പെട്ടു പോയപ്പോൾ ദൈവം നിനവയെ നോക്കിയപ്പോൾ ചുട്ടുകളയത്തക്ക നിലയിലായി നിനവേ. ലക്ഷക്കണക്കിന് ജനത്തോട് ദൈവത്തിന് അനുകമ്പ തോന്നി. ദൈവം ഒരു പ്രവാചകനെ വിളിച്ചു. ആ പ്രവാചകന്റെ പേര് യോന.
അനുസരണം കെട്ട യോന. പിന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത് വേറെ. അതിനെന്ത് പറ്റി? അനുസരണക്കേടിലേക്ക് വരാൻ എന്തോ ചെയ്ത ദൈവം? 3 ദിവസം ഉപവാസ പ്രാർത്ഥന മീനിന്റെ വയറ്റിൽ കിടന്നു. ഉപവാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം കേട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പറയാ. ദൈവസ്നേഹത്തിൽ ഞാൻ പറയുക. ദൈവസ്നേഹത്തിൽ ഈ ഓണ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന പറയാം. ഞാൻ വിചാരിക്കുക രാവിലെ തൊട്ട് പട്ടിണി ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന്. ഞാൻ സൗരന്മാരോട് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. കുറവുകളെ കാണാം, ബലഹീനരെ കാണാം, ശുദ്ധീകരണം പ്രാപിക്കാം. സ്വത്രം. അല്ലെങ്കിൽ എന്താ പറ്റും? മീനിന്റെ വയറ്റിൽ കയറി ഇരുന്ന് ഉപവസിക്കത്തക്ക അലയിൽ ദൈവം ആക്കി തീർത്തവനെ ആക്കിയില്ലേ അമ്മമ്മി? യോനയുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കർത്താവ് തരികയാണ്. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. നമ്മോടുള്ള സ്നേഹമാണ് ഈ വചനത്തിൽ കർത്താവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.